ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനീഷ. ലീഫ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ശംഖുപുഷ്പത്തിൻ്റെ പ്ലാന്റുമായിട്ടാണ് കേട്ടോ. 2 കളറിലുള്ളതാണുള്ളത്, ഡബിൾ പെറ്റൽ ബ്ലൂവും വൈറ്റും. ഈ വള്ളിച്ചെടി ഒരു അലങ്കാര സസ്യം മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ പൂവിനും വേരിനൊക്കെ ഒരുപാട് ഔഷധ ഗുണങ്ങളും ഉണ്ട്. ഇതിൻ്റെ പൂ ഉപയോഗിച്ചുള്ള ചായയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ആരോഗ്യകരമായ ചായ എന്ന് അറിയപ്പെടുന്നത്. ദിവസവും ഈ നീലച്ചായ കുടിക്കുകയാണെങ്കിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നന്നായിട്ട് കുറയും. പ്രമേഹ രോഗികൾക്ക്, ബ്ലഡ് പ്രഷർ ഉള്ളവർക്ക്, അതുപോലെ തന്നെ വാർദ്ധക്യം തടയുന്നതിന്, വിഷപദാർത്ഥങ്ങളെ പ്രതിരോധിക്കുന്നതിനൊക്കെ ഈ നീലച്ചായ കുടിക്കുന്നത് വളരെ നല്ലതാണ്. സ്ത്രീകളിലുണ്ടാവുന്ന അമിത രക്തസ്രാവം കുറയ്ക്കുന്നതിന് ഈ ശംഖുപുഷ്പത്തിൻ്റെ പൂക്കൾ 1 ഗ്രാം വീതം 3 നേരം തേനിൽ കഴിക്കുകയോ അല്ലെങ്കിൽ പാലിൽ കാച്ചി കുടിക്കുകയോ ചെയ്താൽ വളരെ ശമനമുണ്ടാവുമെന്നാണ് പറയുന്നത്. ഇതിൽ അസറ്റൈൽ കോളിൻ എന്ന ഘടകം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് ബ്രെയിനിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനൊക്കെ വളരെ സഹായകമാണ് കേട്ടോ. അതുപോലെ തന്നെ പ്രായമേറുമ്പോഴുണ്ടാകുന്ന ഓർമ്മക്കുറവൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ ഇത് കഴിക്കുന്നത് വളരെ ഉത്തമമാണ്. ഇതിൻ്റെ പൂക്കൾ കഷായം വെച്ച് കഴിക്കുന്നത് ഉറക്കമില്ലായ്മ, ഉന്മാദം, അതുപോലെ മദ്യം കഴിച്ചിട്ടുണ്ടാകുന്ന ലഹരി കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, അതിന്, ശ്വാസകോശ രോഗങ്ങൾ മാറുന്നതിനൊക്കെ വളരെ ഫലപ്രദമാണ് കേട്ടോ. ഇതിൻ്റെ ഇലയ്ക്കും ഗുണങ്ങളുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, ഇത് കഷായം വെച്ചിട്ട് ഉള്ളിലേക്ക് കഴിക്കാനല്ല, നമുക്ക് പുറമേ ഉണ്ടാകുന്ന മുറിവുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പഴുത്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്രണം പോലെ ആയി കഴിയുമ്പോൾ അത് കഴുകുന്നതിന് ഇതിൻ്റെ ഇല കഷായം വെച്ച് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വേരിനും ഗുണങ്ങളുണ്ട് കേട്ടോ. ഇതിൻ്റെ വേര് പശുവിൻ പാലിൽ അരച്ച് കലക്കി കുടിച്ചാൽ അത് വയറിളക്കാൻ നല്ലതാണ്. വയറിളക്കം മാറാനല്ല, നമ്മൾ വയറിളക്കുമല്ലോ മരുന്നൊക്കെ ഉപയോഗിച്ചിട്ട്, അങ്ങനെ വയറിളക്കുന്നതിന് പശുവിൻ പാലിൽ അരച്ച് കുടിക്കുന്നത് നല്ലതാണ്. കൂടാതെ തൊണ്ടവീക്കം മാറുന്നതിനൊക്കെ ഇതിൻ്റെ വേര് ഉപയോഗിക്കാറുണ്ട്. ഈ വെള്ള ശംഖുപുഷ്പം 10 മടങ്ങ് ഗുണമുള്ള ഒന്നാണെന്നാണ് പറയുന്നത്. ഇതൊരു കുറ്റിച്ചെടിയല്ല കേട്ടോ, വള്ളിയാണ്. അതുകൊണ്ട് നമ്മൾ പോട്ടിലാണ് വളർത്തുന്നതെന്നുണ്ടെങ്കിൽ ചെറിയൊരു സപ്പോർട്ട് കൊടുക്കുന്നത് നല്ലതാണ്. പ്ലാന്റ് ഒന്ന് വളർന്ന് കുറച്ചൊന്ന് പടർന്ന് കയറാനായിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൽ പിടിച്ച് കയറിക്കോളും. ഇതിൻ്റെ വിത്തിൽ നിന്നാണ് പുതിയ തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ അയക്കുന്നത്. എല്ലാത്തിലും ഫ്ലവർ ഇല്ല, എന്നാലും ഫ്ലവർ ആയ ആ ഒരു സൈസിൽ അത്രയും മെച്ചറായ ഒരു പ്ലാന്റുകളാണ് അയക്കുന്നത്. കൂടുതലും മൊട്ടോ ഫ്ലവറൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ അയക്കുന്നത്. നിങ്ങൾ ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യൂ. പുതിയ വീഡിയോസും ഓഫറുകളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാനായിട്ട് സാധിക്കും. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അറിയിക്കാൻ മറക്കരുതേ. ഈ പ്ലാൻസ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ഞാൻ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ കേട്ടോ. DTDC കൊറിയർ വഴിയോ പോസ്റ്റൽ വഴിയോ അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ.